നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വെട്ടാത്ത എമ്പുരാൻ കാണാൻ തിരക്ക് കൂട്ടേണ്ട റീ എഡിറ്റ് ചെയ്ത ചിത്രം തിയേറ്ററുകളിലെത്താൻ വൈകും. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2000 കവിഞ്ഞു. പെരുന്നാൾ ദിനത്തിൽ സ്കൂട്ടർ കിണറ്റിൽ വീണ് ഉപ്പയും മകനും മരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും. എമ്പുരാൻ റീ എഡിറ്റിംഗ് രൂക്ഷ വിമർശനവുമായി യുഹാനോൻ മാർ മിലിത്തിയോസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ വീണ്ടും എഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിലെത്താൻ വൈകും. എഡിറ്റിംഗും സെൻസറിങ്ങും പൂർത്തിയാകിയെങ്കിലും സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഇനിയും ഉള്ളതാണ് കാലതാമസത്തിന് കാരണം. വെട്ടിമാറ്റിന് ശേഷമുള്ള എമ്പുരാൻ വ്യാഴാഴ്ചയോട് കൂടിയാകും എത്തുക എന്നാണ് തിയേറ്റർ ഉടമകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. റീ എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞായറാഴ്ച രാത്രി തന്നെ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. സംഘപരിവാറിന്റെ പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാനിലെ 3 മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങളാണ് വെട്ടിമാറ്റിയത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഉൾപ്പെടെയുള്ളവയാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ ബജംഗ്രിയുടെ പേര് മാറ്റി ബാൽരാജൻ എന്നുമാക്കിയിട്ടുണ്ട്. അസാധാരണ നടപടിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും വ്യാപകമായ പരാതിയും പ്രതിഷേധവും ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര സെൻസർ ബോർഡ് ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സെൻസർ ബോർഡ് ആസ്ഥാനത്താണ് മോഡിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. അവധി ദിവസത്തിലാണ് സെൻസറിങ്ങും റീ എഡിറ്റിംഗും നടന്നത്. സിനിമയെ ചൊല്ലിയുള്ള പ്രതിഷേധവും വ്യാപക പരാതികളും ദേശീയ തലത്തിലടക്കം ഉയർന്നിരുന്നു. RSS മുഖപത്രത്തിലടക്കം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും പേരെടുത്ത് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർമ്മാതാക്കൾ സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനെ സമീപിച്ചത്. തുടർന്ന് കേന്ദ്ര സെൻസർ ബോർഡിന്റെ അടിയന്തര ഇടപെടലിൽ അവധി ദിവസത്തിൽ തന്നെ റീ എഡിറ്റിംഗ് നടത്തുകയായിരുന്നു. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2000 കഴിഞ്ഞു. 3900-ലധികം പേർക്ക് പരിക്കേറ്റു. രക്ഷപ്പെട്ടവർക്കായി തെരച്ചിൽ തുടരുന്നു. മാർച്ച് 28-ന് മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2056 ഉയർന്നു. 3900-ൽ-അധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഭരണകൂടത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു. റിക്ടർ സ്കെയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായി ഒരാഴ്ചത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടർന്നു. ഭൂകമ്പത്തിന് 3 ദിവസത്തിനു ശേഷവും രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു സ്ത്രീയെ പുറത്തെടുത്തതായി തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. മണ്ടാലെ നഗരത്തിലെ ഗ്രേറ്റ് വാൾ ഹോട്ടലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് സ്ത്രീയെ പുറത്തെടുത്തതായി മ്യാൻമാർ ചൈനീസ് എംബസി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച മ്യാൻമാറിൽ വൻ നാശനഷ്ടം. തലസ്ഥാനമായ ബാങ്കോക്ക് ഉൾപ്പെടെ അയൽരാജ്യമായ തായ്ലൻഡിലും നാശനഷ്ടങ്ങൾ വിതച്ച 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപമാണ് മണ്ഡലെ. തായ്ലൻഡിലെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിർമ്മാണത്തിലുള്ള ഒരു അമ്പരചുംബി കെട്ടിടം തകർന്നു വീണതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി കരുതുന്ന 76 പേർക്കായി അടിയന്തര സംഘങ്ങൾ തിങ്കളാഴ്ച തീവ്രമായ തെരച്ചിൽ പുനരാരംഭിച്ചു. 3 ദിവസത്തിനു ശേഷം രക്ഷാപ്രവർത്തകർ കൂടുതൽ മൃതദേഹം കണ്ടെത്തുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. ഈ ഞായറാഴ്ച 18 തായ്ലൻഡിലെ മരണസംഖ്യ കുത്തനെ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുന്ന 23,000 ഭൂകമ്പ ബാധിതർക്ക് ടൺ കണക്കിന് ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിച്ചു. രോഗിയുമായി വന്ന ആംബുലൻസും സ്കോർപിയോ വാനും കൂട്ടിയിടിച്ചു. മയ്യിൽ ARP കമ്പനി പീടികയ്ക്ക് സമീപം രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും സ്കോർപിയോ വാനും കൂട്ടിയിടിച്ചു. തിങ്കൾ രാവിലെ 10:40-ഓടെയാണ് അപകടം. ശ്രീകണ്ഠാപുരം സ്വദേശിയായ രോഗിയുമായി കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും പഴശ്ശി റോഡിൽ നിന്നും വന്ന സ്കോർപിയോ വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരുവണ്ടികളും കൂട്ടിയിടി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇടിച്ച് തൊട്ടടുത്ത ട്രാൻസ്ഫോമറിലേക്ക് പാനുകയറി. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ഇടിയിൽ 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്കും നിസ്സാര പരിക്കേറ്റു.
ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. ഇടിയിൽ ആംബുലൻസിന്റെ മുൻഭാഗവും സ്കോർപിയോ വാനിന്റെ സൈഡ് ഭാഗവും തകർന്നു. ട്രാൻസ്ഫോമറിന്റെ കമ്പിവേലിയും വൈദ്യുതി തൂണും തകർന്നു. KCB ജീവനക്കാരെത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ചുവന്നു തൊടുത്തു. രക്തസാക്ഷി സ്മരണയിൽ ജാഥകൾ തുടങ്ങി. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ദീപശിഖ പതാക ജാഥകൾക്ക് ആവേശത്തുടക്കം. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനാചരണത്തിന് നേതൃത്വം നൽകിയ ശിങ്കാരവേലുവിൻ്റെ നോർത്ത് ചെന്നൈയിലെ സ്മൃതികുടിയിൽ നിന്ന് ആദ്യ ദീപശിഖ മുതിർന്ന നേതാവ് TK രംഗരാജൻ ബാലഭാരതി കൈമാറി. 75 വർഷം മുമ്പ് സേലം ജയിലിൽ വെടിയേറ്റ് രക്തസാക്ഷികളായ കേരളത്തിൽ നിന്നുള്ള 15 കർഷക നേതാക്കളുടെ ഓർമ്മകളുമായാണ് ഒരു ദീപശിഖ എത്തുക. കോയമ്പത്തൂർ ചെന്നൈയംപാളത്ത് 79 വർഷം മുമ്പ് 1948 ജനുവരി 8-ന് പോലീസ് വെടിവെച്ച് കൊന്ന രാമയ്യർ, രംഗണ്ണൻ, വെങ്കടാചലം, ചിന്നയ്യൻ എന്നീ രക്തസാക്ഷികളുടെ ഓർമ്മകളുമാണ് മറ്റൊരു ദീപശിഖ എത്തുക. ജാതി വരിക്കെതിരെ പോരാടിയതിന് 1981 മാർച്ച് 31-ന് ജീവൻ സമർപ്പിക്കേണ്ടി വന്ന മധുര ത്യാഗരാജൻ എഞ്ചിനീയറിംഗ് കോളേജിലെ SFI വിദ്യാർത്ഥികളായ സോമസുന്ദരം, ശംഭുലിംഗം എന്നിവരുടെ സ്മാരകത്തിൽ നിന്ന് 4-ാമത്തെയും മധുരയിലെ രക്തസാക്ഷികളുടെ കുടിയിൽ നിന്ന് 5-ാമത്തെയും ദീപശിഖ എത്തും. കീഴ്വെൺമണി രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് പതാക പൊളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം U വാസുകി കൈമാറി. സമ്മേളന നഗരിയിൽ 2-ന് രാവിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ AK പത്മനാഭൻ പതാക ഏറ്റുവാങ്ങും. ജാഥകൾ ചൊവ്വാഴ്ച വൈകിട്ട് മധുരയിലെ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. MVR ആയുർവേദ മെഡിക്കൽ കോളേജിൽ വിഷചികിത്സാ സെമിനാർ സമാപിച്ചു. 3 ദിവസങ്ങളായി നടന്ന സെമിനാറിൽ കേരളത്തിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികളെയും ആശുപത്രികളെയും മെഡിക്കൽ ഓഫീസർമാർക്കുള്ള ക്ലാസ്സിൽ വിഷചികിത്സയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. ആയുർവേദ അലോപ്പതി വിഷഗ്ധന്മാരായ ഡോക്ടർ ജോസഫ് K. ജോസ്, ഡോക്ടർ ജയദീപ് C. മേനോൻ, ഡോക്ടർ മുരളീധരൻ AK, ഡോക്ടർ ഗോപികൃഷ്ണ S, ഡോക്ടർ ഗിരീഷ് കൃഷ്ണ S, ഡോക്ടർ ദിലീപ് കുമാർ R, ഡോക്ടർ ജയദീപ്, ഡോക്ടർ ഷിതിൻ K. കൃഷ്ണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. സമാപന ദിവസമായ ശനിയാഴ്ച പ്രൊഫസർ E. കുഞ്ഞിരാമൻ്റെ അധ്യക്ഷതയിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സജി PR, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുരളീധരൻ AK, ഡോക്ടർ ദിലീപ് കുമാർ, ഡോക്ടർ സരിത S, ഡോക്ടർ ഗുരുവൃന്ദ, ഡോക്ടർ ഷിതിൻ K. കൃഷ്ണൻ, ഡോക്ടർ അനുപമ M തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃതമായി സൂക്ഷിച്ച 18,000-ഓളം ലിറ്റർ ഡീസൽ തേനിപ്പാലം പോലീസ് പിടിച്ചെടുത്തു. തേനിപ്പാലം കൊയപ്പപ്പടത്തെ ഗോഡൌണിൽ ബാരലുമുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഡീസൽ. പെരിഞ്ചേരി മാട്ടിൽ അബ്ദുൽ സലാമിന്റെ വീട്ടുവളപ്പിലുള്ള ഗോഡൌണിലായിരുന്നു ഡീസൽ. ഗോഡൌൺ വയനാട് മേപ്പാടി സ്വദേശി അബ്ദുൽ ലത്തീഫിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. പഴയ ഓയിൽ ശുദ്ധീകരിക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് 3 മാസം മുമ്പ് ഗോഡൌൺ ലത്തീഫ് വാടകയ്ക്കെടുത്തത്. കഴിഞ്ഞ ദിവസം ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ നിന്നും ടാങ്കർ ലോറിയിൽ എത്തിച്ച 6,000 ലിറ്റർ അനധികൃത ഡീസൽ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടുകയായിരുന്നു. കുറ്റ്യാടി അരീക്കൽ സ്വദേശി സാക്ഷിനെ പിടികൂടുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തേനിപ്പാലം കോയപ്പാടത്തെ ഗോഡൌൺ സൂക്ഷിച്ച അനധികൃത ഡീസലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കൊണ്ടോട്ടി DYSP PK സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗോഡൌണിലെത്തി ഡീസൽ പിടിച്ചെടുത്തത്. 26 വലിയ ബാരലുകളിലാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 15-ലും നിറച്ച ഡീസലുകൾ ഉണ്ടായിരുന്നു. 9 എണ്ണം കാലിയുമായിരുന്നു. 2 എണ്ണത്തിൽ ഭാഗികമായി ഡീസലുണ്ട്. കരിഞ്ചന്തയിൽ വില കുറച്ച് വിൽക്കുന്നതിനാണ് സംഭരിച്ചത്. BPC ഉദ്യോഗസ്ഥർ എത്തി സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ വില കുറച്ച് വിൽക്കാൻ കഴിയുന്നതെങ്ങനെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തേനിപ്പലം CI ജീവൻ ജോർജ്, SI വിപിൻ C. പിള്ള, അരീക്കോട് ജൂനിയർ SIT S. വിഷ്ണു എന്നിവർ ഡീസൽ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സിഗ്നേച്ചർ ക്യാമ്പ് വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. KPCC മെമ്പർ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫർഹാൻ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ കണിച്ചേരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, K. ബിന്ദു, പ്രകീർത്ത് മുണ്ടേരി, CV. മൊയ്തു,
ഹാഷിം ടി പി, ഇർഷാദ് KK, റിയാസ് TM, മജീദ് MK, വി സൈനുദ്ദീൻ, M നവീൻ, സുജിത് മുണ്ടേരി മസ്ജിദ് ഇമാം കബീർ ഫൈസി എന്നിവർ സംസാരിച്ചു. ബസ് വ്യവസായ സംരക്ഷണ ജാഥ ഏപ്രിൽ 3 തുടങ്ങും. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ബസ് വ്യവസായ സംരക്ഷണ ജാഥ നടത്തുന്നു. ഏപ്രിൽ 3 കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന ജാഥ 9 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കും. വിദ്യാർത്ഥികളുടെ കുറഞ്ഞ നിരക്ക് 5 രൂപയാക്കുക, പൊതുമേഖലയോ സ്വകാര്യ മേഖലയോ സംരക്ഷിക്കാൻ ആവശ്യമായ ട്രാൻസ്പോർട്ട് നയമുണ്ടാക്കുക, മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുള്ള ദ്രോഹകരമായ നടപടികൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഗോപിനാഥൻ നയിക്കുന്ന ജാഥ 3 രാവിലെ 7:30 കാസർഗോഡ് നിന്ന് തുടങ്ങും. ജില്ലയിൽ തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ സ്വീകരണം നൽകും. കണ്ണൂരിൽ താമക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 3 സ്വീകരണം. അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ആസൂത്രണം ചെയ്യുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് ജാഥയെന്ന് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും പിന്തുണയായി ഫെഫ്ക. ഇരുവർക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ നിർമ്മാർജ്ജികരവും പ്രതിഷേധവുമാണെന്ന് ഫെഫ്ക പറഞ്ഞു. സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ ഒരു കലാരൂപത്തിനെ പരിണമിക്കാൻ സാധിക്കൂ. എന്നാൽ വിമർശനം വ്യക്തിയാധിഷ്ഠിതവും ഭീഷണിയും ചാപ്പകുത്തലുമാവരുതെന്നാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. സാർത്ഥകമായ ഏത് സംവാദത്തിൻ്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയല്ല, അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ്. എമ്പുരാൻ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ചേർത്ത് നിർത്തുമെന്നും പത്രക്കുറിപ്പിൽ ഫെഫ്ക അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടറിയും. സമഗ്ര ശിക്ഷാ കേരളം, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നിവ കൊച്ചിൻ സർവകലാശാലയുടെ സഹകരണത്തോടെ UP സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി കാലാവസ്ഥാ പഠനത്തിനായി ഉപയോഗപ്പെടുത്തും. ഇതിനായി മുഴുവൻ UP സ്കൂളിലും മഴമാവിരി നൽകി കിഷൻ കുറിയ ഉദ്ഘാടനം ചെയ്തു. BPCR വിനോദ് കുമാർ അധ്യക്ഷനായി. രാജേഷ് മാണിക്കോത്ത്, K രേഷ്മ എന്നിവർ സംസാരിച്ചു. സെൻട്രൽ LP സ്കൂൾ ശതവാർഷികം ശതപൂർണിമ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടത്തി. അംഗനവാടി ഫെസ്റ്റ്, കലാകായിക മത്സരം, അനുമോദനം, ആദരവ്, എൻഡോമെൻറ്റ് വിതരണം, സമ്മാനദാനം, സാംസ്കാരിക സദസ്സ്, നടനസന്ധ്യ, കരോക്കെ ഗാനമേള, രാജേഷ് ചാല അവതരിപ്പിച്ച അച്ഛൻ ഏകപാത്ര നാടകം എന്നിവയുണ്ടായി. പ്രമുഖ ശില്പി CT പുരുഷോത്തമൻ, 80 കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ചേർന്ന് ശതദീപം തെളിയിച്ചു. സാംസ്കാരിക സദസ്സ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. AEO N സുജിത്ത് ആദരവും P അനസൂയ എൻഡോമെൻറ്റ് വിതരണം നടത്തി. മാനതരം ആൽവിൻ മുകുന്ദ് വിശിഷ്ട അതിഥിയായി. മാനേജർ റിട്ടയർഡ് പ്രൊഫസർ P രമണി, ജനു ആയിച്ചങ്കണ്ടി, രവീന്ദ്രൻ കിഴുന്ന, PTA പ്രസിഡന്റ് KK മനോഹരൻ, പ്രധാനാധ്യാപിക KV ദീപ, K ഷൈജു, ധനേഷ് ചട്ട, VK മൃദുല എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി സംഘവും ആദരവും. വെള്ളച്ചാൽ മക്രേരി ശങ്കരവിലാസം ഗ്രാമീണ പാഠശാല UP സ്കൂൾ പ്രധാനാധ്യാപിക K ഇന്ദിരയുടെ യാത്ര അയപ്പിനോടനുബന്ധിച്ച് മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘവും ആദരവ് നടത്തി. പൂർവ്വ അധ്യാപക, മുൻ PTA പ്രസിഡന്റുമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു. കലാകായിക മത്സരങ്ങൾ, VK സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണം എന്നിവയുണ്ടായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു ആദരവ് നടത്തി. മദർ PTA പ്രസിഡന്റ് PV സന്ദീപ അധ്യക്ഷനായി. അമൃത മഹേഷ്, K സുശീലൻ, V ഷീബ, IP വേലായുധൻ, MM രാധാമണി എന്നിവർ സംസാരിച്ചു. എമ്പുരാൻ സിനിമ എഡിറ്റ് ചെയ്തതിൽ രൂക്ഷ വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രസന്നിധിപകൻ ഡോക്ടർ യൂഹാനോൻ മാർ മിലിത്തോസ് പ്രത്തോളിത്ത. ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം. ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ദുഃഖം തോന്നുന്നു എന്ന ഫീലിംഗ് രേഖപ്പെടുത്തിയാണ് പോസ്റ്റ്. എമ്പുരാൻ വിവാദം കത്തി നിൽക്കിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാലിനെതിരെ പരാതി. മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാർ പ്രതിരോധ മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത്. മോഹൻലാലിന് നൽകിയ ഓണററി പദവി പുനരവലോകനം ചെയ്യണമെന്ന് മിഥുൻ വിജയകുമാർ പരാതിയിൽ പറയുന്നു. മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന ആളാണെന്ന് മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് വിരുദ്ധമായാണ് മോഹൻലാൽ എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രം. രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ NIA സ്വാധീനിക്കാൻ കഴിയുമെന്നതടക്കം ചിത്രം സൂചിപ്പിക്കുന്നുണ്ടെന്നും മിഥുൻ പറയുന്നു. കീർത്തിചക്ര ഇന്ത്യൻ സൈനികരെ അന്തസ്സോടെ വീര്യത്തോടെയും ചിത്രീകരിച്ച ചിത്രമാണെന്ന് മിഥുൻ പറയുന്നു. അതിൽ അഭിനയിച്ച ശേഷമാണ് മോഹൻലാലിന് ഓണററി പദവി ലഭിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രം രാജ്യത്തെ യുവജനങ്ങളടക്കം വലിയ രീതിയിൽ സ്വാധീനിച്ചുവെന്നും മിഥുൻ പറയുന്നു. എന്നാൽ എമ്പുരാനിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ഓണററി പദവിക്ക് വിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് നൽകിയ ഓണററി പദവിയിൽ പുനരവലോകനം വേണം. ഓണററി പദവി നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായ പ്രോട്ടോകോൾ വേണമെന്നും മിഥുൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. പെരുന്നാൾ ദിനത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കിണറ്റിൽ വീണ് ഉപ്പയും മകനും മരിച്ചു. തിങ്കൾ രാവിലെ
മാറാക്കര എർക്കര ജുമാ മസ്ജിദിൽ നിന്നും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഉമ്മയെ കാണാൻ പോയ എർക്കര സ്വദേശി കുന്നത്തുപാടി ഹുസൈൻ 75, മകൻ ഹരീസ് ബാബു 32 എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. എർക്കര കിളിമുറി ഇറക്കത്തിലായിരുന്നു അപകടം. ഇരുവരെയും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ എർക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ഖദീജയാണ് ഹുസൈന്റെ ഭാര്യ. മറ്റു മക്കൾ മുസ്തഫ, നാസർ, കുഞ്ഞഹമ്മദ്, സുബൈദ, ഹാരിസ്, ബാബുവിന്റെ ഭാര്യ ഹസീന. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസായ പരിഷത്ത് ഭവന്റെ നവീകരിച്ച കെട്ടിടം സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ രചിച്ച PT ഭാസ്കരൻ പണിക്കർ മാനവികത ജനാധിപത്യ ശാസ്ത്രബോധം എന്ന പുസ്തകം മുൻ MLA TV രാജേഷ് പ്രകാശനം ചെയ്തു. കുഞ്ഞിരാമൻ കവനിശ്ശേരി ഏറ്റുവാങ്ങി. മുൻ സംസ്ഥാന പ്രസിഡന്റ് OM ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. CP ഹരീന്ദ്രൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ പുസ്തക രചനയുടെ പശ്ചാത്തലവും PT ഭാസ്കരൻ പണിക്കറും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നവീകരണ പ്രവർത്തനം നിർവഹിച്ച എഞ്ചിനീയറിംഗ് P ജിൻഷാ, P വരുൺ എന്നിവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ ഉപഹാരം നൽകി. മനമിത്ര അവാർഡ് ജേതാവ് PV ദാസന് M വിജയകുമാർ ഉപഹാരം നൽകി. ജില്ലാ സമ്മേളന പരിപാടികൾ ജനറൽ കൺവീനർ M ദിവാകരൻ അവതരിപ്പിച്ചു. ഡോക്ടർ രഞ്ജിനെ അനുസ്മരിച്ചുകൊണ്ട് K വിനോദ് കുമാർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, MP ഭട്ടതിരിപ്പാട്, PK ഗോപാലകൃഷ്ണൻ, E കുഞ്ഞികൃഷ്ണൻ, KN മോഹനൻ, ഗംഗൻ അടിക്കോട്, K ശാന്തമ്മ ടീച്ചർ, ധന്യ റാം എന്നിവർ സംസാരിച്ചു. PP ബാബു സ്വാഗതവും ബിജു നെടുവല്ലൂർ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.